നമസ്കാരം സഹോദരി സഹോദരന്മാരെ, ഏവർക്കും ചാണക്യപുത്രിയിലേക്ക് സ്വാഗതം. ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധങ്ങൾ നടന്നത് അതിർത്തിയിലല്ല, മറിച്ച് പലപ്പോഴും വീടിനുള്ളിലെ 4 ചുവരുകൾക്കുള്ളിലാണ്. പുറത്തുള്ള ശത്രുവിനെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാം, അവരിൽ നിന്ന് അകലം പാലിക്കാം. എന്നാൽ ഒരേ മേൽക്കൂരയ്ക്ക് താഴെ താമസിച്ച് കൂടെയിരുന്ന് ഭക്ഷണം കഴിച്ച് നിങ്ങളുടെ തകർച്ച ആഗ്രഹിക്കുന്ന ഒരു ശത്രു വീട്ടിലുണ്ടെങ്കിൽ എന്തു ചെയ്യും? ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്, അനഭ്യാസേ വിഷം, ശാസ്ത്രം അജീർണേ ഭോജനം വിഷം, ദരിദ്രസ്യ വിഷം, ഗോഷ്ഠി വൃദ്ധസ്യ തരുണീ വിഷം. അതായത് സാഹചര്യമനുസരിച്ച് അമൃതും വിഷവുമായി മാറും. സ്വന്തം രക്തം തന്നെ നമുക്കെതിരെ തിരിയുമ്പോൾ തളർന്നു പോകാതെ ബുദ്ധിപൂർവം എങ്ങനെ അവരെ കൈകാര്യം ചെയ്യാം എന്ന് നോക്കാം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കുടുംബത്തിലെ ശത്രുതയെ ചാണക്യതന്ത്രത്തിലൂടെ എങ്ങനെ മറികടക്കാം എന്നതിനെക്കുറിച്ചാണ്. എല്ലാവരും നിങ്ങളെ വിമർശിക്കുന്നു എന്നതുകൊണ്ട് മാത്രം അവർ നിങ്ങളുടെ ശത്രുക്കളാകില്ല. സ്നേഹം കൊണ്ടും അധികാരഭാവം കൊണ്ടും ശാസിക്കുന്നവരുണ്ടാകാം. എന്നാൽ ആരാണ് യഥാർത്ഥ ശത്രു? നിങ്ങളുടെ പരാജയത്തിൽ സന്തോഷിക്കുന്നവർ. നിങ്ങൾക്കൊരു തിരിച്ചടി ഉണ്ടാകുമ്പോൾ അവരുടെ മുഖത്ത് അറിയാതെ ഒരു പുഞ്ചിരി വിരിയുന്നുണ്ടോ എങ്കിൽ സൂക്ഷിക്കുക. രണ്ടാമതായി, രഹസ്യങ്ങൾ ചോർത്തുന്നവർ. നിങ്ങൾ വിശ്വസിച്ചു പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരുടെ ഇടയിൽ പരിഹാസമായി എത്തുന്നുണ്ടോ? ചാണക്യൻ ഇവരെ മറഞ്ഞിരിക്കുന്ന ശത്രുക്കൾ എന്നാണ് വിളിക്കുന്നത്. പുറമേ ഇവർ സുഹൃത്തുക്കളെപ്പോലെയോ ബന്ധുക്കളെപ്പോലെയോ പെരുമാറും, എന്നാൽ മനസ്സിനുള്ളിൽ ഇവർക്ക് നിങ്ങളോട് കടുത്ത അസൂയയായിരിക്കും. നിങ്ങളുടെ വളർച്ച അവരിൽ അപകർഷതാബോധം ഉണ്ടാക്കുന്നു. അതുകൊണ്ട് നിങ്ങളൊന്നു വീഴാൻ അവർ കാത്തിരിക്കും. നിങ്ങളുടെ ആത്മവിശ്വാസം തകർക്കുന്നവർ. നിനക്കിത് കഴിയില്ല, നീ വെറുതെ സമയം കളയുകയാണ് എന്നിങ്ങനെ എപ്പോഴും നെഗറ്റീവ് പറയുന്നവർ. ചാണക്യൻ പറയുന്നത് ശത്രുവിനെ തിരിച്ചറിഞ്ഞാൽ ഉടനെ പ്രതികരിക്കരുത് എന്നാണ്. അവരെ നിരീക്ഷിക്കുക, അവരുടെ നീക്കങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ അവരെ ശത്രുവായി കണ്ടു എന്ന് അവർ അറിയാൻ പാടില്ല. മൗനമാണ് നിങ്ങളുടെ ആദ്യത്തെ ആയുധം. വീടിനുള്ളിലെ ശത്രുവിനെതിരെ പോരാടുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം ഇൻഫർമേഷൻ ഡെഡ്ലോക്ക് ആണ്. അതായത് നിങ്ങളുടെ വിവരങ്ങൾ അവർക്ക് നൽകാതിരിക്കുക, ലക്ഷ്യങ്ങൾ രഹസ്യമാക്കുക. നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ ബിസിനസ് പ്ലാനുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാവി സ്വപ്നങ്ങൾ എന്നിവ അവരോട് പങ്കുവയ്ക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നുവെന്ന് അവർക്ക് ഊഹിക്കാൻ പോലും സാധിക്കരുത്. ബലഹീനതകൾ കാണിക്കരുത്. നിങ്ങൾക്ക് എന്തിനെയെങ്കിലും പേടിയുണ്ടോ, നിങ്ങൾ എവിടെയെങ്കിലും തളർന്നു പോയിട്ടുണ്ടോ എന്ന് അവരെ അറിയിക്കരുത്. ശത്രു എപ്പോഴും നിങ്ങളുടെ ബലഹീനതയിലാണ് ആക്രമിക്കുക. സന്തോഷം പ്രകടിപ്പിക്കുമ്പോൾ സൂക്ഷിക്കുക. വലിയൊരു വിജയം കിട്ടുമ്പോൾ വീട്ടിൽ എല്ലാവരോടും പറയുന്നതിന് മുൻപ് ആലോചിക്കുക. നിങ്ങളുടെ സന്തോഷം ചിലരിൽ അസൂയയുടെ തീ പടർത്താൻ കാരണമാകും. കുടുംബാംഗങ്ങളാകുമ്പോൾ അവർക്ക് നിങ്ങളെ വൈകാരികമായി തളർത്താൻ എളുപ്പമാണ്. അവർ നിങ്ങളെ പ്രകോപിപ്പിക്കും, പരുഷമായ വാക്കുകൾ പറയും. ഇവിടെയാണ് നിങ്ങൾ ചാണക്യൻ്റെ ക്ഷമ എന്ന തന്ത്രം പുറത്തെടുക്കേണ്ടത്. അവർ നിങ്ങളെ പരിഹസിക്കുമ്പോൾ തിരിച്ച് തർക്കിക്കാൻ പോയാൽ നിങ്ങളുടെ ഊർജമാണ് നഷ്ടപ്പെടുന്നത്. ചാണക്യൻ പറയുന്നു, സിംഹത്തിൽ നിന്നും കൊക്കിൽ നിന്നും ഓരോ പാഠങ്ങൾ പഠിക്കാനുണ്ട്. കൊക്കിനെ പോലെ ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ചുറ്റുമുള്ള ബഹളങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുക. നിങ്ങൾ പ്രതികരിക്കാതിരിക്കുമ്പോൾ ശത്രു പരാജയപ്പെടുന്നു. കാരണം അവരുടെ വാക്കുകൾ നിങ്ങളെ മുറിവേൽപ്പിക്കുന്നില്ല എന്ന് കാണുന്നത് അവർക്ക് വലിയ തിരിച്ചടിയാണ്. സ്നേഹം കിട്ടാത്തയിടത്ത് സ്നേഹത്തിനായി യാചിക്കരുത്. അത് നിങ്ങളെ കൂടുതൽ ദുർബലനാക്കും. ശത്രുവിനെ നശിപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അവരെ കൊല്ലുക എന്നതല്ല, മറിച്ച് അവരെക്കാൾ വലിയ നിലയിൽ വളരുക എന്നതാണ്. സാമ്പത്തിക സ്വാതന്ത്ര്യം. നിങ്ങൾ മറ്റൊരാളുടെ പണത്തെ ആശ്രയിച്ച് ജീവിക്കുമ്പോഴാണ് അവർക്ക് നിങ്ങളെ നിയന്ത്രിക്കാൻ എളുപ്പമാകുന്നത്. അതുകൊണ്ട് സ്വന്തമായി ഒരു വരുമാനം കണ്ടെത്തുക. വിജ്ഞാനം സമ്പാദിക്കുക. അറിവുള്ളവനെ ആർക്കും തളർത്താനാവില്ല. ശക്തമായ ബന്ധങ്ങൾ ഉണ്ടാക്കുക. വീടിന് പുറത്ത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്ന സുഹൃത്തുക്കളെയും ഉപദേശകരെയും കണ്ടെത്തുക. നിങ്ങൾ വിജയിച്ചു നിൽക്കുമ്പോൾ ഇന്ന് നിങ്ങളെ ശത്രുവായി കാണുന്നവർ തന്നെ നാളെ നിങ്ങളുടെ സഹായത്തിനായി വരും. അതാണ് കാലത്തിൻ്റെ നീതി.
വീട്ടിലെ ശത്രുത നിങ്ങളെ തളർത്താനല്ല, മറിച്ച് നിങ്ങളെ കൂടുതൽ കരുത്തനാക്കാനാണ് എന്ന് കരുതുക. ചാണക്യൻ പഠിപ്പിച്ചതുപോലെ ബുദ്ധിയും ക്ഷമയുമുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയും നമുക്ക് അനുകൂലമാക്കാം. ഓർക്കുക, ചാണക്യപുത്രി എന്ന നിലയിൽ നിങ്ങൾ തോറ്റുകൊടുക്കാനല്ല, വിജയിച്ചു കാണിക്കാനാണ് ജനിച്ചത്. നിങ്ങളുടെ സമാധാനം ആർക്കും വിട്ടുകൊടുക്കരുത്. ഈ തന്ത്രങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ ശ്രമിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് കരുത്തു നൽകിയെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇത് പങ്കുവയ്ക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണും വരെ നന്ദി.